ഏയ് എന്നെ ആരും കാണില്ല, നിങ്ങൾ ടെൻഷൻ ആവാതെ. നീ തല പൊക്കല്ലേ, നിന്നെ പോലീസ് പിടിക്കും. ഇവിടെ ഇപ്പൊ പോലീസ് വരേണ്ട കാര്യം എന്തോ? ആരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ആരെങ്കിലും ഇൻഫോം ചെയ്തതായിരിക്കോ? അതറിഞ്ഞ് പോലീസ് വന്നതായിരിക്കോ ഇനി? നമുക്ക് തിരിച്ചു പോവാം. പോലീസ് പോയ ശേഷം തിരിച്ചു വരാം. അത് മതി, അതാ നല്ലത്. കിരണേ, നീ വണ്ടി തിരിച്ചുവിട്. അതെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പോലീസിനെ കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി അവർക്ക് സംശയം തോന്നും. അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുള്ളൂ. പോലീസിന് മുമ്പിൽ നിന്നെ കൊണ്ട് കാത്തു കിടക്കുന്നത് പ്രശ്നമാവില്ലേ? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ പോലീസുകാര് നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞു. നമ്മൾ പുറത്തിറങ്ങാതിരിക്കുന്നതും കുഴപ്പമോ? പോലീസ് വന്നത് എന്തിനാണെന്ന് അന്വേഷിക്കാം. ആരവേ, നീ ഇറങ്ങരുത്. വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാ മതി. ഞങ്ങളെ പോയി അന്വേഷിച്ചിട്ട് വരാം. ചിനിഞ്ഞിരിക്ക്. പതുക്കെ പതുക്കെ. അവളെ പിടിക്ക്. ബാബാ, എന്താ സാറേ? സൂക്ഷിച്ച. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അല്ല, പതിവില്ലാത്ത പോലീസിനെയൊക്കെ കണ്ടോണ്ട് ചോദിച്ചതാ. ഏതെങ്കിലും ക്രിമിനൽ ആൾമാറാട്ടം നടത്തി ഇവിടെ താമസിക്കുന്നുണ്ടോ സർ? ആ ക്രിമിനലിനെ പിടിക്കാനാണോ പോലീസ് വന്നത്? ഏത് ക്രിമിനലാണ് സാർ ഇവിടെ ഒളിച്ചു താമസിക്കുന്നേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണോ? അതെ, ഇവിടെ കുറച്ചു ദിവസത്തേക്ക് താമസിക്കാൻ വന്നതാ. പോലീസിനെ കണ്ടപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷനായി. ടെൻഷൻ ആവണ്ട, ഇവിടെ ക്രിമിനൽസ് ആരും താമസിക്കുന്നില്ല. പിന്നെന്താ സാറുമാർ ഇങ്ങോട്ട് വന്നത്? ഈ ഹോട്ടലിന്റെ ഉടമ മാർക്കോസ് സാഹിബ് മരിച്ചു. സർ, മാർക്കോ സാഹിബ് എങ്ങനെ മരണപ്പെട്ടു? അയാളൊരു പ്രത്യേക ടൈപ്പാ, ഒരു അരക്കിറുക്കൻ. അയാൾ സയന്റിസ്റ്റോ മറ്റോ ആണ്. അയാളുടെ റൂമിൽ ചില കെമിക്കലുകളൊക്കെ സൂക്ഷിച്ചിരുന്നു. മുറിയിൽ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായി. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം കാരണം. ആള് രക്ഷപ്പെട്ടില്ല, തട്ടിപ്പോയി. സർ, വാ. മാർക്കോ സാഹിബ് തട്ടിപ്പോയത് അത്ഭുതമായിരിക്കുന്നല്ലോ. വൃന്ദേ, നീ അയാളെ കണ്ടതല്ലേ? നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പോലെ അത് സംഭവിച്ചാണോ? ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമായിരിക്കണം അത് സംഭവിച്ചത്. മാർക്കോ ആള് ശരിയല്ല, അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും. എടോ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോലീസ് നിന്നെ കാണില്ലേ? ഇവിടെ ഇപ്പൊ അതിന് പോലീസൊന്നും ഇല്ലല്ലോ. ഏതായാലും ഈ ഹോട്ടലിൽ നമ്മൾ ഇന്നെ തുടരുന്നത് ശരിയല്ല. ഇതിന്റെ പേരിൽ പോലീസ് എന്നെ സംശയിച്ചാലോ? ഞാനും നിങ്ങളും കുഴപ്പത്തിലാവും. അതിന് നീ ഇവിടെ ഉണ്ടെന്ന് പോലീസിന് അറിയില്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നതായി പിന്നീട് എപ്പോഴെങ്കിലും പോലീസിന് അറിയാൻ ഇടയായാൽ ഈ കുറ്റവും കൂടി എന്റെ തലയിലാവില്ലേ? അതും ശരിയാണല്ലോ. കിരണേ, പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് ആരവരെയും കൊണ്ട് നമ്മൾ ഇവിടെ തുടരുന്ന അപകടവാ. ചിലപ്പോ കൂടുതൽ പോലീസ് ഇവിടെ വന്നേക്കാം. ഇവൻ അവരുടെ കണ്ണിപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാം, അതാ നല്ലത്. ഇപ്പൊ തന്നെ ഉണ്ടായ സംഭവം ടെൻഷൻ ആയിരിക്കുക. ഓക്കെ,
നമുക്ക് തിരിച്ചു പോവാം. ആരവേ, നീ പോയി വണ്ടിയിലിരിക്കെ, ഞങ്ങൾ റെഡി ആയിട്ട് വരാം. വാ, വാ. ഒരാഴ്ച അവിടെ അടിച്ചു പൊളിക്കാനാ വന്നത്. വന്നപ്പോ നല്ല ഉത്സാഹമായിരുന്നു. തിരിച്ചു പോകുമ്പോ എന്തോ ഒരു നിരാശ പോലെ. ശരിയാ, ഇവിടെ വന്നപ്പോ മുതലേ പ്രശ്നങ്ങളായിരുന്നല്ലോ. എന്റെ അമ്മയും അങ്കിളും വന്നത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ അമ്മയും അങ്കിളും ഇന്ന് തന്നെ പോവോ? അറിയില്ല. അമ്മയോട് ഞാൻ ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന കാര്യം മാത്രം പറഞ്ഞത്, മറ്റൊന്നും ചോദിച്ചില്ല. എന്നെ പിടിച്ചോണ്ട് പോയത് ആരാ? ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഹോട്ടലിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ഏതെങ്കിലും ക്രിമിനൽസ് ആവും. എനിക്ക് അവന്മാരെ കണ്ടാൽ അറിയാം. പോലീസിന് പരാതി കൊടുക്കേണ്ടതായിരുന്നു. പോലീസിനെ നമ്മൾ സമീപിച്ച ആരവിന്റെ കാര്യം കുഴപ്പത്തിലാവില്ലേ? എന്തായാലും നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. തക്ക സമയത്ത് ആരവ് നിലവിളി കേട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ശ്വാസം മുട്ടി ചത്തുപോയാന്. ഇവനെന്റെ പൊന്നാങ്ങളയാ. എനിക്കൊരു ആങ്ങളില്ല, അതുകൊണ്ട് ദൈവം എനിക്കൊരു സഹോദരനെ തന്നു. ആരവേ, നന്ദി കഴിക്ക്. നിന്റെ പെങ്ങള് സ്നേഹത്തോടെ തരുന്നല്ലേ, വാങ്ങിച്ചോ. അല്ല, ആ സായിപ്പ് എങ്ങനെ മരണപ്പെട്ടു? അതൊരു ഫയർ ആക്സിഡന്റ് തന്നെയാണോ? അയാളുടെ റൂമിലെ AC-യിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണെന്നല്ലേ അവിടെ എല്ലാരും പറഞ്ഞത്. അയാളൊരു വട്ട് കേസാണല്ലോ, വല്ല കയ്യബദ്ധോ സംഭവിച്ചതായിരിക്കും. ഇവരെന്തേ ആരവ് അയാളുടെ റൂമിലാന്ന് പറഞ്ഞപ്പോ നിനക്ക് സംശയമൊന്നും തോന്നിയില്ലേ? ഇവനെ പിടിക്കുമെന്ന് അയാൾ പറഞ്ഞതാ എനിക്ക് അപ്പൊ ഓർമ്മ വന്നത്. അയാളുടെ റൂമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മാർക്കോ മരണപ്പെടേണ്ടവനായിരുന്നു. ആ വിധിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല.